ഈ വീഡിയോ ഞാൻ +2 ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. +2 കഴിഞ്ഞ് എന്ത് ചെയ്യും, എവിടെ പോകും, എന്ത് പഠിക്കും, എന്ത് പഠിക്കണം, അങ്ങനെ കുറേ ഡൗട്ടിൽ പറയണുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. +2 കഴിഞ്ഞ് +2 മാർക്ക് നോക്കിയിട്ട് ഒരു വിഷയം എടുക്കാൻ നിൽക്കണ്ട. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2 ബയോളജി പഠിച്ച് ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്നും അറിയില്ല, എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലൊന്നും അറിയില്ല. നിങ്ങൾക്ക് പറയല്ലാതല്ല, ഇഷ്ടമില്ല കോഴ്സ് എടുക്കുക. മീൻസ് ഇപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടം ആ കോഴ്സ് എടുക്കുക, അത് പഠിക്കുക. അല്ലാതെ ഇപ്പോൾ നോർമലി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കാർ ഓരോന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുക, എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, അത് പഠിക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക, ഇഷ്ടത്തോടെ പഠിക്കുക. അപ്പോഴുള്ളൂ അത് മുന്നോട്ട് പോവുക. ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഞാൻ അറിയണ കുറേ ആൾക്കാർ പെരക്കാർക്ക് വേണ്ടി എടുത്ത് ഡ്രോപ്പ് ചെയ്ത കുറേ എണ്ണമുണ്ട് എൻ്റെ അറിവിൽ. പിന്നെ കുറേ എണ്ണമുണ്ട് ഈ +2 കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി പഠിക്കുക, ഫ്രണ്ട്സിൻ്റെ ഒപ്പം നാട്ടിൽ നിന്ന് ദൂരത്ത് പോയി പഠിക്കുക. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനൊന്നും പോയിട്ട് കാര്യമില്ല. മീൻസ് കുറേയൊക്കെ രക്ഷപ്പെടും, പക്ഷേ ഭൂരിഭാഗം രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിലെ കാര്യങ്ങൾ പുറത്തെല്ലാം ഒന്നും പടിയില്ല. നിങ്ങൾക്ക് കുറേ എണ്ണം നാട് വിട്ട് പോകണമെന്ന് അറിയണ്ടേ ഫ്രീഡത്തിന് വേണ്ടി. ശരിക്കും ഫ്രീഡം വീട് തന്നെയാണ്. ഈ പുറത്തൊന്നും പഠിച്ചാൽ വലിയ സുഖമൊന്നുമില്ല. ഞാനിപ്പോൾ പഞ്ചാബിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ബ്രദേഴ്സ് ഉണ്ട് ഇവിടെ, എൻ്റെ 2 കാക്കുമാർ. ഓലില്ലെങ്കിൽ കൊണ്ട് എനിക്ക് ഇവിടെ ഒക്കെ ഓക്കെയാണ്. അതുപോലെ ഇപ്പോൾ എന്നെ കണ്ടത് വേറൊരുത്ത പേരാന്ന് പറഞ്ഞാൽ മൂഞ്ചും അവന് തൊള്ളി പൊളിച്ച് നടക്കേണ്ട രീതിയിൽ. എൻ്റെ ഏറ്റവും വലിയ ലക്ക് പറഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സിലോടത്തേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഓര് എൻ്റെ കാര്യങ്ങൾ നോക്കും, പിന്നെ വേണ്ടിടത്തൊക്കെ എനിക്ക് പറഞ്ഞുതരും. ഇത് ഇന്ന പോലെ ചെയ്യണം, ഇത് അങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞുതരും. എനിക്ക് ആളുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഒരുത്തൻ വരുമ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ ചിലപ്പോൾ ആളുണ്ടാവണമെന്നില്ല. അവൻ എന്തൊക്കെ ചൂസ് ചെയ്യും, എങ്ങനെയൊക്കെ പോകും, ഒന്നും പറയാൻ പറ്റില്ല. വീടിൻ്റെ വില മനസ്സിലാക്കാൻ വീട് വിട്ട് പോകുമ്പോഴുള്ളൂ മനസ്സിലാവുക. എനിക്കിപ്പോൾ ഇവിടെ വീടിൻ്റെ വില മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാക്കുമാരുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണ പോലെ തന്നെയാണ് ഇവിടെ. വലിയ ഇത് ഫീൽ ചെയ്യണില്ല. പക്ഷേ അടുത്ത സെമിസ്റ്റർ, ഇനി വരുന്ന ഈ സെമിസ്റ്ററിൽ ഒരുണ്ടാവില്ല ഇവിടെ, ഞാൻ ഒറ്റക്ക. അപ്പോൾ എനിക്ക് മനസ്സിലാവും പോലെ വാല്യൂ വീടെന്താ. ഞാനിപ്പോൾ എനിക്ക് 2 മാസം ബ്രേക്കാണ്. അപ്പോൾ ആ ബ്രേക്കിൽ ഞാൻ എൻ്റെ ഒരു ഏട്ടനോട് പറഞ്ഞു, മീൻസ് എനിക്ക് ക്ലോസ് ആയിട്ടൊരു ഏട്ടനുണ്ട്, എൻ്റെ തൊട്ട് മേലല്ലേ. അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോകണില്ല, 2 മാസമല്ലേ, അപ്പോൾ ഞാൻ ഒന്ന് ട്രിപ്പൊക്കെ പോയിട്ട് വരാം. അപ്പോൾ എന്നോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 മാസമുണ്ട്, വീട്ടിലേക്ക് പോയിക്കോ. പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ അങ്ങനെ ഒരു സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോലൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ലീവാന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകണ കുറേ എണ്ണമുണ്ട്. എൻ്റെ പരിചയത്തിൽ കുറേ എണ്ണമുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിങ്കളാഴ്ച ലീവ് എടുക്കും, പിന്നെയും വരും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പോണത് പഠിക്കാനാണെന്നില്ല ലക്ഷ്യത്തോടെ പുറത്ത് പോകണം. മീൻസ് ഇപ്പോൾ ഒരു കോളേജ് ചൂസ് ചെയ്യാണ്, ഇപ്പോൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ആ കോളേജിലേക്ക് പോണത് പഠിക്കാനാണ്. അതാണ് മെയിൻ. ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട പഠിത്തം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻജോയ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പഠിത്തത്തിന് കൊടുക്കണം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചാൽ അപ്പോൾ പറയണം പഠിക്കാൻ. എൻജോയ്മെൻറ്റ് എന്ന് പറയരുത്. എൻജോയ്മെൻറ്റിന് പോയാൽ കുറേ എണ്ണം ഉണ്ട്. ഓർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ്. കാരണം നിങ്ങളെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ അയക്കണത് പഠിക്കാനാണ്, അല്ല എൻജോയ്മെൻറ്റിനല്ല. എൻജോയ്മെൻറ്റിനാണെങ്കിൽ എന്തിനാ കോഴ്സ് എടുക്കണേ, എനിക്ക് വല്ല പണിയും ചെയ്ത് നാട്ടിൽ എൻജോയ് ചെയ്തൂടെ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കണേ വീട്ടുകാരെ. നിങ്ങൾ എന്തൊക്കെ തോന്നിയാസം കാട്ടുന്നുണ്ടെന്ന് ഓരോ അറിയുണ്ടാവില്ല, പക്ഷെ ഒരു ദിവസം പോലെ അറിയും. നിങ്ങൾക്ക് മെയിനായിട്ട് പറയാല്ലേ, ഇഷ്ടമല്ല കോഴ്സ് നോക്കിയെടുക്കുക, അത് പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. എനിക്കിനി ബോറടിക്കാൻ പോകുന്നത് അടുത്ത സെമസ്റ്ററാണ്. കാരണം ഒരാളില്ല എനിക്ക്. എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയേഴ്സും 5th ഇയേഴ്സുമാണ് എൻ്റെ ഫ്രണ്ട്സ്. അടുത്ത സെമസ്റ്ററിൻ്റെ ഇവിടെ എല്ലാം പോവും, ഒക്കെ ഇവിടുന്ന് പോവും. ഞാൻ ഒറ്റയ്ക്കാവും. ആദ്യം മുതൽ ഓരോ ഫ്രണ്ട്സ് ഉണ്ടാക്കണം. എനിക്ക്
എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിൽ ആകെ ഒരു 4-5 പേരുള്ളൂ എനിക്ക് അറിയണത്. അതിൽ ഫ്രണ്ട്സായിട്ടൊരു 3 പേരൊക്കെ ഉള്ളു ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഹായ് ബായ് ബന്ധമുള്ളൂ. അപ്പോൾ അടുത്ത സെമസ്റ്ററിൽ ഞാൻ ശരിക്കും കുടുങ്ങും. എൻ്റെ ഫസ്റ്റ് ഇയർ അടിപൊളിയായിരുന്നു. മീൻസ് എൻ്റെ ഏട്ടന്മാരില്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടിക്ക് വണ്ടി, റൂമിന് റൂം, ഫുഡിന് ഫുഡ്, പൈസയ്ക്ക് പൈസ ഒക്കെ എനിക്ക് ഒന്നും അറിയേണ്ടി വന്നിരുന്നില്ല. പൈസൻ്റെ ഒന്നും ഇടങ്ങാറ് വന്നിരുന്നില്ല. പക്ഷെ എന്നെയാണ് വരുന്നത്. കുടുങ്ങടാ, പുറത്ത് പോയി കഴിഞ്ഞാൽ കുടുങ്ങും. ഫുഡിനാണെങ്കിലും പൈസക്കും എല്ലാത്തിനും കുടുങ്ങും. പിന്നെ ഞാനെപ്പോഴും വീട്ടിലേക്ക് വിളിക്കില്ല. എൻ്റെ കയ്യിലത്തെ ഫണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒപ്പിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വലിയ ആക്കുണ്ട് അവനോട് ചോദിക്കും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യലാണ്. വീട്ടിലേക്ക് ഞാൻ അങ്ങനെ വിളിക്കില്ല. ഇടങ്ങാറായ മാത്രം വീട്ടിലേക്ക് വിളിക്കും. പിന്നെ ഈ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പഠിക്കാൻ പോവുക, ഒരു ഗ്യാങ്ങായിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഗ്യാങ്ങായി കയറി വിചാരിച്ചോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പില്ല, ആ ബോണ്ട് പിന്നെ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. നോർമലി പല പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ തല്ലുണ്ടാവും. ആ ബോണ്ട് അതൊരു ഇതാണ്, ടെമ്പററി ബോണ്ടാണ്. എത്ര വലിയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ദൂരത്ത് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും ഓരെങ്ങനെയാണ് ഇവനെങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബാംഗ്ലൂരിലായിരുന്നു. എൻ്റെ ഒരു 4-5 ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ, ഒരുത്തൻ നാട്ടിൽ, 2-3 ആൾ നാട്ടിൽ, ഞാൻ മാത്രം പഞ്ചാബിൽ. വിധി. ഇപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, എവിടെ പോയി പഠിക്കണത് നല്ല വിഷയം. എന്ത് പഠിക്കണം, ഇഷ്ടമുള്ളതാണ് പഠിക്കണത്. ഇതല്ല, നിങ്ങളെന്ത് പഠിച്ചാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. മനസ്സുകൊണ്ട് തൃപ്തിപ്പെടണം.